ഈ റീസെൻ്റ്ലി നമുക്കൊരു വേക്കൻസി വന്നിരുന്നു അയർലൻഡിലേക്ക്. അവരുടെ ഒരു സാലറി റേഞ്ച് അവർ പറഞ്ഞത് ഡിപ്പെൻസ് അവരുടെ ഒരു നോളജ് അനുസരിച്ച് ഒരു 5 to 10 lakh. CNC പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് കോഡുകളാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് G കോഡും ഒന്ന് M കോഡും. അത് ഒന്ന് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡുകൾ നമ്മൾ മെഷീനിന് മനസ്സിലാക്കി കൊടുക്കുന്നത് M കോഡ് വഴി. നമ്മുടെ വർക്കിന്, അതായത് നമ്മുടെ ഡ്രോയിങ് എങ്ങനെയാണോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് G കോഡ് വഴിയാണ്. ബേസിക്കലി നമ്മളൊരു മില്ലിങ്ങിൽ എടുക്കുകയാണെങ്കിൽ 2-3 ആക്സിസ് മെഷീൻസ് ആയിരിക്കും. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് 4 ആക്സിസ്, 5 ആക്സിസ്, 7 ആക്സിസ്. നമുക്ക് ആക്സിസുകൾ ഇങ്ങനെ കൂടിയിട്ടുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എവിടെ എത്തണം എന്നുള്ളൊരു എയിം ആർക്കുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു CNC ഫീൽഡിൽ അത്രത്തോളം ഗ്രോത്ത് ചെയ്തു. ഡിഫൻസിൻ്റെ വർക്കുകൾ, എയറോസ്പേസ് വർക്കുകൾ, നമുക്ക് ഹോസ്പിറ്റൽ, അതായത് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇതുപോലെ ഇതിൻ്റെ നമ്മുടെ CNCയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അതുകൊണ്ടാണ് ഈ CNCയിൽ ഇത്ര അധികം ഓപ്പർച്യൂണിറ്റീസും വരാൻ കാരണം. ഈവൺ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രഷറായിട്ട് തന്നെ പോകാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. മേജറായിട്ടുള്ള ഒരു വാല്യൂ ആണ് മാറിപ്പോയത്. മെഷീൻ ആക്സിഡൻ്റ് ആവും. നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് CAM സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ CNC മെഷീൻസ് അത്ര അധികമായി, പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്, പ്രോഗ്രാമേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം സാലറി പാക്കേജ് അവർ വരാൻ കാരണം. CNC അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ മെഷീൻ 80% പ്രൊഡക്ഷനിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് CNC മെഷീനാണ്. അതായത് മില്ലിംഗ് മെഷീൻ, ലേത്ത് മെഷീൻ, അതുപോലെ പല ടൈപ്പ് CNC മെഷീൻ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മളൊരു CNC മെഷീൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ പ്രവീൺ സർ, വെൽക്കം ടു അവർ ഷോ. അപ്പോൾ സാർ, എന്നെ പോലെയുള്ള കോമൺ മാൻ അറിയില്ല എന്താണ് CNC മെഷീൻ എന്ന്. അപ്പോൾ CNC മെഷീൻ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ? CNC മെഷീനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പണ്ടും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. മാനുവൽ മെഷീൻസ്. ഈ മാനുവൽ മെഷീൻസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ, അതായത് ആളുടെ സ്കില്ലും ആളുടെ എക്സ്പീരിയൻസ് വെച്ച് ആളുടെ ഐഡിയയിൽ നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റിനെ ചെയ്തെടുക്കുന്ന മെഷീൻസാണ്. അത് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കൺവെൻഷണൽ ലെയ്ത്ത് മെഷീൻ അല്ലെങ്കിൽ കൺവെൻഷണൽ മില്ലിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷനാണ് CNC മെഷീൻ എന്ന് പറയുന്നത്. CNC മെഷീനിലും ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരാളുടെ ആവശ്യമുണ്ട്. ബട്ട് മെഷീനെ നിന്ന് മെഷീൻ്റെ വീലുകൾ വെച്ചിട്ട് മെഷീനെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ഓപ്പറേറ്റർ കമാൻഡ്, അതായത് നമുക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ മെഷീനോട് നമ്മൾ കമാൻഡ് ചെയ്യുകയാണ്, ഇന്ന പ്രൊഡക്റ്റ് ഇന്ന രീതിയിൽ നമുക്ക് വേണം എന്നുള്ളത് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ മെഷീൻ നമുക്ക് ചെയ്ത് തരും. അതിന് ഡിപ്പെൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടി അഡീഷണലി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു ഓപ്പറേറ്റർ നമ്മൾ മെഷീനിൽ ചെയ്യുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് മാനുവൽ മെഷീനും ഉണ്ട്, ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് സാർ ഈ മാനുവൽ മെഷീൻ, ഓട്ടോമാറ്റിക് മെഷീൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതൊന്ന് ബ്രീഫ് ചെയ്യാം. മാനുവൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ നമ്മുടെ മെഷീനെ നമ്മൾ മാനുവലിയാണ് മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിന് നമ്മൾ അതിൻ്റെ സ്പീഡിനെ ഗിയർ ലിവറുകൾ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് അതിൻ്റെ സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ നമുക്ക് ഓരോ മൂവ്മെൻറ്റുകളും അതിൻ്റെ ഓരോ വീലുകൾ കറക്കിയിട്ടായിരിക്കും. അതായത് ഒരു ഓപ്പറേറ്റർ അയാളുടെ സ്കില്ലും അയാളുടെ എക്സ്പീരിയൻസും വെച്ചിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റിനെ മെഷീൻ ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ ഓട്ടോമാറ്റഡ് മെഷീൻ, അതായത് CNC മെഷീൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണോ, ഇതിനൊരു ഡ്രോയിങ് ഉണ്ടാവും. ആ ഡ്രോയിങ്ങിൽ നമ്മൾ എങ്ങനെ മെഷീൻ ചെയ്യണം എന്നുള്ളതാണ് പ്രോഗ്രാം വഴി മെഷീനിൽ നമ്മൾ കമാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട റോ മെറ്റീരിയൽ നമ്മൾ മെഷീനിലേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചിട്ട് മെഷീനെ നമ്മുടെ വർക്ക് പീസിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കോംപ്ലൻ്റായിട്ട് തിരിച്ചു തരാം. അതാണ് CNC മെഷീൻസ്. ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ സാറ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഈ ജാവ, C പ്രോഗ്രാമിംഗ് പോലെയുള്ള എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ആണോ, അല്ലെങ്കിൽ ഇതിനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ഉണ്ടോ? CNC പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് കോഡുകളാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് G കോഡും M കോഡും. അത് ഒന്ന് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡുകൾ നമ്മൾ മെഷീനിന് മനസ്സിലാക്കി കൊടുക്കുന്നത് M കോഡ് വഴിയും, നമ്മുടെ വർക്കിന്, അതായത് നമ്മുടെ ഡ്രോയിങ് എങ്ങനെയാണോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് G കോഡ് വഴിയാണ്. ഇത് നമ്മളൊരു പ്രോഗ്രാം സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിലേക്ക് മെഷീന് മനസ്സിലാവുന്ന രീതിയിൽ ആ സ്ട്രക്ചറിലേക്ക് ആക്കിയിട്ടായിരിക്കും നമ്മൾ ഏതിനെയാണോ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് മെഷീനിലേക്ക് കൊടുക്കുന്നത്, ആ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ മെഷീൻ ചെയ്തു തരുന്നത്. സാർ, അപ്പോൾ ഈ CNC എന്ന് പറയുന്ന ഒരു കരിയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും?
ഒരു സ്റ്റുഡൻറ്റിന് ഒരു CNCയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അവർ എത്രത്തോളം ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഈ നമ്മുടെ CNC ഫീൽഡിൽ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ നമുക്ക് CNC ഫീൽഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്താം. അതായത് അത്രത്തോളം ഗ്രോത്ത്, അതായത് ഫിനാൻഷ്യലി നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിൽ അത്രത്തോളം ഗ്രോത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് CNC. അതിൽ നമുക്ക് ശരിക്കും ടെക്നിക്കലി നമുക്ക് ബേസിക്കലി അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയണം. നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കാൻ പഠിക്കണം, അതിൽ നിന്നൊരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാൻ പഠിക്കണം, അതുപോലെ മെഷീനിൽ വേണ്ട കാര്യങ്ങൾ മെഷീനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനും പഠിക്കണം. അതിൽ നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കണം. ഇനി അതിൽ നമ്മളൊരു 2-3 ഇയറിൽ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ആ ഒരു ജേണി, CNCയുടെ ജേണി അവിടെ അവസാനിക്കുന്നില്ല. അത് നമ്മളൊരു ഓപ്പറേറ്ററായിട്ട് നിൽക്കണം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു 3-4 മിഷൻസ് അല്ലെങ്കിൽ ഒരു 10 മിഷൻസ് അതിൻ്റെ റോവിൽ ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടോ, വലിയ മിഷൻ കമ്പനികളിലൊക്കെ സെറ്റ് ചെയ്തിട്ടോ, അവിടെ ഒരു സെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഉണ്ടാവും. ഇത് കുറച്ചാളും കൂടി നമ്മൾ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ വേണമെങ്കിൽ സൂപ്പർവൈസർ ആവാം. അതിനടുത്ത സ്റ്റെപ്പ് പ്രോഗ്രാമർ കം ഡിസൈനർ ആവാം. ഇപ്പോൾ നമ്മൾ പറയണത് ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് മെഷീൻസിനെ കുറിച്ചായിരിക്കും. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് മെഷീൻ, ഇപ്പോൾ ലെയ്ത്ത് അല്ലെങ്കിൽ മില്ലിങ്, ആ 2 ടൈപ്പ് മെഷീനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ടേൺ മില്ല് എന്ന് പറയുന്ന മെഷീൻ വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഫിനാൻഷ്യൽ ഗ്രോത്ത് അതുപോലെ നമ്മുടെ കരിയറും ഗ്രോത്തുള്ള ഒരു ഏരിയയാണ്. ഇനിയിപ്പോൾ ഒരു സെയിം മെഷീനിൽ തന്നെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളൊരു മില്ലിങ്ങിൽ എടുക്കുകയാണെങ്കിൽ 2-3 ആക്സിസ് മെഷീൻസ് ആയിരിക്കും. ഇതിനടുത്ത സ്റ്റെപ്പാണ് 4 ആക്സിസ്, 5 ആക്സിസ്, 7 ആക്സിസ്. നമുക്ക് ആക്സിസുകൾ ഇങ്ങനെ കൂടിയിട്ടുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എവിടെ എത്തണം എന്നുള്ളൊരു എയിം ആർക്കുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു CNC ഫീൽഡിൽ അത്രത്തോളം ഗ്രോത്ത് ചെയ്ത് പോകാം. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതോ നമ്മളെപ്പോലെയുള്ള കോമൺ മാനിന് ഈ CNC ടെക്നിക്കലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം എന്ന് നിർബന്ധമുള്ള ഒരു ഫീൽഡല്ല CNC. പക്ഷേ ഇതിൻ്റെ ബേസിക്കലി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും അല്ല. അതായത് ഈവൺ 10th കഴിഞ്ഞ ഒരാൾക്കോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരാൾക്കോ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് CNCക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവന് CNCയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് CNC മെഷീൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് നമ്മളുടെ ഈ ഒരു CNC മെഷീൻ ഉപയോഗിക്കുന്നത്? CNC മെഷീൻ്റെ ആപ്ലിക്കേഷൻ വളരെ വൈഡായിട്ടാണ് കിടക്കുന്നത്. അതായത് ഈവൺ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഫർണിച്ചറുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലുള്ള പണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? ഒരു ആശാരിനെ നിർത്തി നമ്മൾ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. അതും ഈവൺ ഇപ്പോൾ CNC റൂട്ടർ മെഷീനിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ പണിക്കാശ് എന്ന് പറഞ്ഞിട്ട്, പണിക്കൂലി എന്ന് പറഞ്ഞിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മെഷീൻ കട്ടിങ്ങിന് ചാർജ് കുറവാണ്. എന്താ ഈ മെഷീൻ കട്ടിങ്? അതും CNC മെഷീൻസ് ആണ്. ഈ CNC മെഷീനിലാണ് ഈ ഡിസൈൻ കട്ട് ചെയ്യുന്നത്. ഈ അടുത്ത ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ് നമ്മുടെ ഓയിൽ ഫീൽഡ് വർക്കുകൾ. ഓയിൽ ഫീൽഡ് വർക്കുകളിൽ എപ്പോഴും കൂടുതൽ റൗണ്ട് ഷേപ്പുള്ള ജോബുകളായിരിക്കും. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന CNC ലെയ്ത്ത് മെഷീൻസ് ആയിരിക്കും. പക്ഷേ എല്ലാ CNCയും വേണം. പക്ഷേ ഓരോ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് മെഷീൻ ടൈപ്പ് ഓഫ് മെഷീനിൽ മാറ്റം വരും. ഇപ്പോൾ നമുക്ക് ഡൈ മോഡുകൾ, ഇപ്പോൾ നമ്മൾ ബോട്ടിലുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പേന ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ ഉണ്ടാക്കുന്നു, സ്റ്റിയറിംഗ് ഉണ്ടാക്കണം, ബമ്പർ ഉണ്ടാക്കുന്നു. ഇതൊക്കെ മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കണം. ഈ മോൾഡ് ഉണ്ടാക്കുന്നതും CNC മെഷീൻസിലാണ്. അങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് CNC മില്ലിംഗ് ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഡിഫൻസിൻ്റെ വർക്കുകൾ, എയറോസ്പേസ് വർക്കുകൾ, നമുക്ക് ഹോസ്പിറ്റൽ, അതായത് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇതുപോലെ നമ്മുടെ CNCയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അതുകൊണ്ടാണ് ഈ CNCയിൽ ഇത്ര അധികം ഓപ്പർച്യൂണിറ്റീസും വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫൻസ് മുതൽ സോപ്പ് പട്ടി വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും CNC വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കോമൺ മാൻ ആണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫോണിൻ്റെ കവർ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. പക്ഷെ അതും ഒരു മോൾഡ് വെച്ചിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. ഈ മോൾഡ് ഉണ്ടാക്കുന്നത് CNC മെഷീനിലാണ്. അപ്പോൾ ഈ സാറിൻ്റെ ഈ ഒരു CNC ജേർണിയിൽ സാറിന് ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ഈ CNC ജേർണിയിൽ? നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ട്രെയിനി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു തരത്തിലും നമുക്ക് അറിയാത്തൊരു ഫീൽഡിലേക്ക് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എൻ്റർ ആവണം. ഈ CNCയിൽ അറിയേണ്ടതായിട്ടുള്ള, അതായത് ബേസിക്കലി അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു ടൈം കൊണ്ട് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്കൊരു സ്ട്രഗിളിംഗ് ആയിട്ട് പറഞ്ഞാൽ അത് ചിലപ്പോൾ മേ ബി ഒരു 1 ഇയർ 2 ഇയർ എടുക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈവൺ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രഷറായിട്ട് തന്നെ പോകാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ഈ ഫ്രഷറായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പർട്ടിക്കുലർ വർക്കിനെ പഠിപ്പിച്ചെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവനൊരു 3 ഇയറോ അല്ലെങ്കിൽ 4 ഇയറോ
അവൻ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഈ ഒരു 4 ഇയർ കഴിഞ്ഞ് ഒരു കമ്പനി ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആ വർക്കിനെ കുറിച്ച്, വേറൊരു കമ്പനിയുടെ വർക്കിനെ കുറിച്ച് അറിവുണ്ടാവില്ല. ഈ ഒരു പർട്ടിക്കുലർ വർക്കിനെ കുറിച്ച് മാത്രമേ അറിവുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന കമ്പനികളുണ്ട്. അവിടെ ഒരു 3-4 ഇയർ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യണ കമ്പനിയിൽ മാറി മാറി വർക്ക് ചെയ്തിട്ട് ഒരു 3-4 ഇയേഴ്സ് കൊണ്ട് നല്ലൊരു നോളജ് ആക്കിയിട്ട് എപ്പോഴും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ എനിക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ മില്ലിംഗ് മെഷീനും അതുപോലെ ലേത്ത് മെഷീനും തമ്മിലുള്ള വ്യത്യാസം? അതോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇൻഡസ്ട്രിയിൽ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട കോമ്പണൻ്റ് ഉണ്ടാക്കാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്. CNC മെഷീൻ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞു മാം പറഞ്ഞ പോലെ തന്നെ CNC മില്ലിങ്, CNC ലെയ്ത്ത്, അതുപോലെ CNC വയർ കട്ട് മെഷീൻ ഉണ്ട്, CNC സ്പാർക്ക്, EDM സ്പാർക്ക് മെഷീൻ ഉണ്ട്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, സർഫസ് ഗ്രൈൻഡിങ്, ടർക്ക് പഞ്ചിങ്, അങ്ങനെ ഇതിനെ നമ്മളൊരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെഷീൻസാണ്, 2 ടൈപ്പ് മെഷീനാണ്. ഒന്ന് CNC മില്ലിങ്ങും ഒന്ന് CNC ലെയ്ത്തും. ഇതാണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ, അതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അവൈലബിൾ ഉള്ളത്. കാരണം നമുക്ക് ഈ 2 മെഷീൻ ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ നമ്മൾ എക്സ്പീരിയൻസ് എടുത്താൽ ഒരിക്കലും നമുക്ക് അടുത്തൊരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. കാരണം എപ്പോഴും അത്രയധികം വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈമോൾഡ്, പ്രസ് ടൂൾസ് ഒക്കെ ചെയ്യുന്ന കമ്പനികളുണ്ട്. അങ്ങനത്തെ കമ്പനികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെഷീനാണ് CNC മില്ലിങ്. ഇപ്പോൾ അതായത് റൗണ്ട് ഷേപ്പ്, സിലിണ്ടറിക്കൽ ഷേപ്പുകൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ഫീൽഡ് വർക്കുകളൊക്കെ, അതിലേറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെയ്ത്ത് വർക്കായിരിക്കും. പക്ഷേ ഈ 2 ഇൻഡസ്ട്രിയിലും 2 മെഷീൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ നമ്പർ ഓഫ് മെഷീൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതായത് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്പർ ഓഫ് മെഷീൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് CNC എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് മെഷീൻസാണ് ലെയ്ത്തും മില്ലിങ്. ഇപ്പോൾ ഈ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മെഷീനകത്തൊക്കെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ബെഡ് സ്പേസ് അല്ലെങ്കിൽ ബെഡ് സൈസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിഫറൻസസ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, ഇപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ പാർട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, അതിൻ്റെ വേണ്ടി മോൾഡുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഒരു വണ്ടിയുടെ സ്റ്റിയറിങ്, അപ്പോൾ ആ ഒരു സ്റ്റിയറിങ് ഉണ്ടാകുമ്പോൾ അതൊരു മോൾഡായിരിക്കും ഉണ്ടാക്കണത്. ആ ഒരു മോൾഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തോരം സൈസ് ഉണ്ടാവും. ആ ഒരു സൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. പക്ഷേ ഇതേപോലെ തന്നെ ഒരു മോൾഡിലായിരിക്കും വണ്ടിയുടെ ബമ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ്, ഒരു സൈസ് എന്ന് പറഞ്ഞാൽ അത്രയും വലുതായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ മെഷീൻസും അങ്ങനെ തന്നെ, ചെറിയ വർക്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ മെഷീൻസ് യൂസ് ചെയ്യാം, വലിയ വർക്കുകൾ ചെയ്യാനായിട്ട് വലിയ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ മില്ലിങ്ങിൽ തന്നെ ചെറിയ മെഷീനും വലിയ മെഷീനും ഉണ്ട്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് 2 മെഷീനിലും ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ്. പക്ഷേ പ്രോഡക്റ്റിന്റെ സൈസ് അനുസരിച്ച് അതാണ് അതിന്റെ വ്യത്യാസം. ഇതുപോലെ തന്നെ ലെയ്ത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് മില്ലിങ്ങിനെ കുറിച്ചാണ്. ഇതുപോലെ തന്നെ വലിയ ഹെവി ഡ്യൂട്ടി വർക്കുകൾ ചെയ്യാനായിട്ട് വലിയ ലെയ്ത്ത് മെഷീൻ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ചെറിയ ലെയ്ത്ത് മെഷീനും യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഇതിനകത്തൊരു മാസ്റ്റർ ക്യാം എന്ന് പറയുന്ന ഇത് എപ്പോഴും കേൾക്കുന്നതാണ്, CNC മാസ്റ്റർ ക്യാം എന്ന് പറയുന്നത്. എന്താണ് മാസ്റ്റർ ക്യാം? അതിൻ്റെ യൂസ് എന്താണ്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു ഒരു കാര്യം, അതായത് മെഷീനെ നമ്മൾ എന്ത് വെച്ചാൽ കമാൻഡ്സ്, അതായത് പ്രോഗ്രാം വഴിയായിട്ടാണ് മെഷീനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം നമ്മൾ നമുക്ക് മാനുവലി ഒരാൾക്ക് എഴുതി ഉണ്ടാക്കാം പ്രോഗ്രാം. ഈ മാനുവലി എഴുതി ഉണ്ടാക്കുമ്പോൾ ഡിപ്പെൻഡ്സ് ഓഫ് നമ്മുടെ വർക്ക് അനുസരിച്ചിട്ട് പ്രോഗ്രാമിൻ്റെ നീളം, അതായത് പ്രോഗ്രാമിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് കൂടെയും കുറയുകയും ചെയ്യാം. ഇത് മാനുവലി ഒരാൾ ഇരുന്നുണ്ടാക്കുമ്പോൾ ഇതിലും ചാൻസസ് ഉണ്ട് മിസ്റ്റേക്സ് വരാനായിട്ട്. ഇപ്പോൾ ഈവൺ ഒരു വാല്യൂ പ്ലസ് ആയാലും മൈനസ് ആയാലും അവിടെ തന്നെ ആ ഒരു ജോബ്, നമ്മുടെ വർക്ക് റിജക്റ്റ് ആവും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മേജറായിട്ടുള്ള ഒരു വാല്യൂ ആണ് മാറിപ്പോയതെങ്കിൽ മെഷീൻ ആക്സിഡൻ്റ് ആവും. നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് CAM സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് അതിൻ്റെ 3D ഡിസൈൻ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിനെ കൊണ്ട് തന്നെ അതിൻ്റെ പ്രോഗ്രാം ചെയ്യിച്ച് ആ പ്രോഗ്രാം നമ്മൾ പെൻ ഡ്രൈവിലോ മെമ്മറി കാർഡിലോ ആക്കിയിട്ട് നമ്മൾ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്ത് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റാണോ നമ്മൾ 3D ഡിസൈൻ നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്ത് അതിൻ്റെ പ്രോഗ്രാമായിരിക്കും, എക്സാക്റ്റ് പ്രോഗ്രാമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വേണ്ട സെറ്റിംഗ് എടുത്തിട്ട് ഈ പ്രോഗ്രാം ഇൻസർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഓടിക്കണം. അത് നമുക്ക് മിസ്റ്റേക്സ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഡിപ്പെൻസ് ആണ്, ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വലിയ പ്രോഗ്രാമും ചെറിയ പ്രോഗ്രാമും. ചിലപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സോഫ്റ്റ്വെയറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരാളിരുന്ന് ചിലപ്പോൾ ഒരു 2 days 3 days ഒരു 1 week അല്ലെങ്കിൽ 1 month ഒക്കെ എടുത്ത് എഴുതി ഉണ്ടാക്കിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഡെവലപ്പ് ആയതാണ്
നമ്മുടെ സോഫ്റ്റ്വെയർസ്. അതായത് നമുക്ക് എന്താണ് പ്രോഡക്റ്റ് വേണ്ടത് അതിനെ 3D ആക്കിയിട്ട് അതിന് പ്രോഗ്രാം ചെയ്യാം. അതാണ് ക്യാം സോഫ്റ്റ്വെയർ. അതിൽ കോമൺ ആയിട്ട് ഏറ്റവും കുറച്ച് യൂസർ ഫ്രണ്ട്ലിയാണ് മാസ്റ്റർ ക്യാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഒരുപാട് കമ്പനികളും എനിക്ക് തോന്നുന്നു ഒരു 80-85% കമ്പനികളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മാസ്റ്റർ ക്യാം. കാരണം നമുക്ക് ഒരാൾക്ക് പഠിച്ചെടുക്കാനും അതിൽ ആ സോഫ്റ്റ്വെയറിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കമ്പനികൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാർ, ഇപ്പം മാസ്റ്റർ ക്യാം പോലെ തന്നെ ഓട്ടോ ക്യാഡിന് ഈ പറയുന്ന CNCക്കകത്ത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും CNCയിൽ നമ്മുടെ ഓട്ടോ ക്യാഡിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ക്യാഡിൻ്റെ ഫുൾ ഫോം തന്നെ അറിയാലോ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. അതായത് നമുക്ക് ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം, അതിൻ്റെ എക്സാക്റ്റ് ഡയമെൻഷനിൽ ഒരു ഡ്രോയിങ് വേണം. ഈ ഡ്രോയിങ് മോസ്റ്റ്ലി എല്ലാവരും ജനറേറ്റ് ചെയ്യണത് ക്യാഡിൽ തന്നെയായിരിക്കും. ഈ ക്യാഡ് ഡ്രോയിങ് കിട്ടിയ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ഒരു മാസ്റ്റർ ക്യാം, അതായത് ഒരു ക്യാം സോഫ്റ്റ്വെയറിലേക്ക് ഈ ക്യാഡിനെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് ക്യാഡ്. സോ ഒരു CNCയിൽ കരിയർ ബിൽഡ് ചെയ്യണ ഒരാൾക്ക് ക്യാഡ് എക്സ്പെർട്ട് ആവണത്, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണ്. എപ്പോഴും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്. പിന്നെ സാർ, ഞാൻ ഇതിനകത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉള്ളത് ഈ CNCക്കകത്താണെന്നാണ്. അപ്പം അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വലിയൊരു ഘടകമാണ് ഇതിൽ. അതായത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പോൾ ഒരു നേഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പോകാനായിട്ട് ഈസിയാണ്, മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞ ഒരാൾക്ക് പോകാനായിട്ട് ഈസിയാണ്. അത്രയ്ക്കും ഈസി അല്ല നമ്മുടെ CNC, അതായത് ടെക്നിക്കൽ. അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അവിടെ ഇൻഡസ്ട്രിയിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരാനായിട്ട് ഇൻഡസ്ട്രിയിൽ CNC മെഷീൻസ് അത്ര അധികമായി. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്, പ്രോഗ്രാമേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം സാലറി പാക്കേജ് അവർ വരാൻ കാരണം. ഈ റീസെൻ്റ്ലി നമുക്കൊരു വേക്കൻസി വന്നിരുന്നു അയർലൻഡിലേക്ക്. അവരുടെ ഒരു സാലറി റേഞ്ച് അവർ പറഞ്ഞത് ഡിപ്പെൻസ്, അവരുടെ ഒരു നോളജ് അനുസരിച്ച് ഒരു 5 to 10 lakh ഇൻ ബിറ്റ്വീൻ സാലറി കൊടുക്കും. അത്രയും സാലറി യൂറോപ്യൻ കൺട്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള എക്സ്പീരിയൻസ്. അവർ ആക്ച്വലി നോക്കിയിരിക്കുന്നത് നാട്ടിൽ ടൂറും എക്സ്പീരിയൻസ് ഒരു 3-4 year വർക്ക് ചെയ്ത ഒരാൾക്ക് ഉള്ള ഓഫർ ചെയ്തിരിക്കുന്ന ഒരു ഓഫറാണ്. അതായത് അവിടെ ചെന്നിട്ട് അവർക്ക് ജസ്റ്റ് അവരുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ 5 to 10 എത്ര എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇന്റർവ്യൂ എന്തെങ്കിലും അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അവർ ഇവിടെ ജസ്റ്റ് ഫോണിൻ ഇന്റർവ്യൂ മാത്രമേ ഇവിടുത്തെ ക്രൈറ്റീരിയ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ടാണ്. പിന്നെ അവർ വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് അവർക്ക് അവരുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അവർ കമ്പനിയിൽ നിന്ന് കൊടുക്കും. ഇത് ഡിപ്പെൻസ് ആണ്. അതായത് അവരുടെ വർക്കുകൾ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ആ ഒരു സ്കില്ല്, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിതിൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവണം, നമ്മൾ എത്രത്തോളം ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കണം, അത്രത്തോളം നമുക്ക് ഗ്രോത്ത് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് CNC. ഗേൾസിനൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് കമ്പനികൾ ഗേൾസ് മാത്രം വർക്ക് ചെയ്യുന്ന CNC കമ്പനികൾ ഒരുപാടുണ്ട്. അതെ അതെ. കാരണം പൊതുവെ പറയുന്നത് ഗേൾസിന് ഇതുപോലെയുള്ള ടെക്നിക്കൽ, അതായത് അത് അങ്ങനെ കോമൺ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, ഇത് CNCയിൽ ഒരിക്കലും ഗേൾസിന് പഠിക്കാൻ പറ്റില്ല എന്ന ടോക്ക് ഉണ്ട്. ബട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ CNCയിൽ ലേഡീസിൻ്റെ ആ ഒരു എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാവുന്നുള്ളൂ. ഒരുപാട് കമ്പനികളിൽ CNC പ്രോഗ്രാമേഴ്സ്, CNC ഓപ്പറേറ്റേഴ്സ്, സെക്ടേഴ്സ് ഒക്കെ ഗേൾസ് ആയിട്ടുണ്ട്. ഗേൾസിന് പറ്റില്ല എന്നല്ല, ഇതിനകത്തേക്ക് ഹയർ ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പം ഗേൾസിനും പറ്റും ഈ കരിയർ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ യൂറോപ്യൻ കൺട്രി ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ അതുപോലെ എന്തെങ്കിലും ഇതുണ്ടോ? നമ്മൾ എപ്പോഴും ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ എപ്പോഴും നല്ലതാണ്. അതായത് ഏതെങ്കിലും ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, നമുക്ക് എംബസി അറ്റസ്റ്റേഷനൊക്കെ, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഏതെങ്കിലും നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും TUV എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എപ്പോഴും നല്ല വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. അതൊക്കെ എപ്പോഴും നമുക്ക് നമ്മുടെ ഗ്രോത്തിന് നന്നായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴും ഉള്ളത് നല്ലതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് CNCയെ പറ്റി ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞത്. താങ്ക് യു സോ മച്ച്. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും CNC റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ, അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.